ക്രിസ്തുവിൻ്റെ പത്രമായി നാം വെളിപ്പെട്ടിട്ടുണ്ടോ? നാം ഒന്ന് ചിന്തിക്കുക. പൗലോസിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തന ഫലമായുണ്ടായ വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് അവർ ക്രിസ്തുവിൻ പത്രമായി വെളിപ്പെടണമെന്നാണ് തൻ്റെ ആഗ്രഹം. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി സ്വർഗം അംഗീകരിക്കുന്ന മുഖമുദ്രയായി അവർ തീരണം. അത് എത്രയോ പ്രശംസനീയവും ആശ്വാസവുമാണ്. ഒരുപക്ഷെ നമുക്ക് പ്രസംഗിക്കാനോ നന്നായി പാടുവാനോ ഒരു സാക്ഷ്യം പോലും പറയാനോ കഴിയാത്തവരായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കർത്താവിനെ വായിക്കുവാൻ, പരിചയപ്പെടുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ പണിയുവാൻ നമുക്ക് സാധിക്കും. ആത്മാവിൻ്റെ പ്രബോധനങ്ങൾക്ക് നാം നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവിക സ്വഭാവവും ആത്മഫലങ്ങളും നമ്മിൽ രൂപപ്പെടും. അതോടുകൂടെ ഒരു വിശ്വാസി സ്വർഗീയ പൗരനെന്ന നിലയിൽ തുടർന്ന് ക്രിസ്തുവിൻ പത്രമായി ലോകത്തിന് നമ്മെ വായിക്കുവാൻ ഇടയാകുന്നു. ഒരു പട്ടക്കാരൻ ഒരിക്കൽ തൻ്റെ അന്നത്തെ പ്രസംഗം അവസാനിപ്പിച്ചത് വാചാലമായ ഒരു സുവിശേഷ ആഹ്വാനത്തോടെ ആയിരുന്നു. ആ ആഹ്വാനത്തെ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്ന നിലയിലുള്ള ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഏതാനും വാക്കുകൾ സംസാരിപ്പാൻ എനിക്ക് സന്ദർഭം തരണമെന്ന് ആ സ്ത്രീ ആവശ്യപ്പെട്ടു. അത് അനുവദിച്ചപ്പോൾ അവർ ഇപ്രകാരം ആരംഭിച്ചു: ഇന്ന് രാത്രി ഞാൻ കടന്നു വന്നതിൻ്റെ കാരണം എന്തെന്ന് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാ, ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സാധു സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുകയും അത് എന്നെ സ്വാധീനിക്കുകയും ചെയ്തത് മൂലമാണ് ഞാനിവിടെ നിൽക്കുവാൻ കാരണമായത്. അനേക വർഷത്തെ കഠിനാധ്വാനം മൂലം അവൾ കൂനിയായും അവളുടെ കൈകൾ പരുപരുത്തതായും തീർന്നിട്ടുണ്ട്. അവൾ ഒരിക്കലും എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചിട്ടില്ല. അവൾ എനിക്ക് എതിരായി ഒരു വാക്കോ അപകടകരമായ യാതെങ്കിലും കാര്യമോ ചെയ്തതായി എനിക്കറിവില്ല. നിസ്വാർത്ഥമായ അനേകം ചെറിയ സ്നേഹക്രിയകൾ മൂലം അവളുടെ ജീവിതം സൗരഭ്യപൂരിതമാണ്. എന്നാൽ ഞാൻ പരസ്യമായി അവളിലുള്ള ദൈവവിശ്വാസത്തെ അവഹേളിക്കുകയും ദൈവഭക്തിയെ പുച്ഛിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ലജ്ജയോടെ സമ്മതിക്കുന്നു. എൻ്റെ ഓമന മക്കൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ ശവക്കുഴിക്കപ്പുറത്തേക്ക് നോക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചതും പ്രത്യാശയോടെ കണ്ണുനീർ ആദ്യമായി എൻ്റെ കണ്ണുകളിൽ നിന്ന് നിർഗമിക്കുവാൻ ഇടയാക്കിയതും അവളാണ്. അവളുടെ ജീവിതത്തെ ഇത്ര മനോഹരമാക്കി തീർത്തത് എന്താണോ അത് എനിക്കും പ്രാപിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഇതാ, ഈ രാത്രിയിലെ യഥാർത്ഥ ദൂതവാഹകയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ എന്ന് പട്ടക്കാരൻ പറഞ്ഞ് ആ സാധുവായ സ്ത്രീയെ സ്റ്റേജിലേക്ക് നയിച്ചു. സന്തോഷത്തിൻ്റെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് അവൾ സ്റ്റേജിൽ കയറി നിന്ന് ദൈവത്തെ സ്തുതിച്ചു. തൻ്റെ വീട്ടിൽ വേല ചെയ്യുമ്പോഴൊക്കെയും വേലക്കാരി സ്ത്രീയെ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുകയായിരുന്നു ആ ധനികയായ യജമാന സ്ത്രീ. വേലക്കാരിയായ സ്ത്രീ ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിൻ്റെ പേജുകളിൽ കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ സാരാംശം തൻ്റെ ജീവിത ശൈലിയിൽ കൂടി യജമാന സ്ത്രീക്ക് വായിച്ചു മനസ്സിലാകത്തക്കവണ്ണം രേഖപ്പെടുത്തിയിരുന്നു. യജമാന സ്ത്രീ ഓരോ ദിവസവും വേലക്കാരിയിലൂടെ അവളുടെ രക്ഷകനായ കർത്താവിനെ വായിച്ചു മനസ്സിലാക്കി. സാധുവായവളുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. ആ സമ്മേളനത്തിൽ ആ പാവപ്പെട്ടവളുടെ കൂടെയും അവൾ കർത്താവിനെ വെളിപ്പെടുത്തി. പൗലോസ് പറഞ്ഞതുപോലെ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ജീവനുള്ള ദൈവത്തിൻ്റെ പത്രമായി പരിലസിക്കുവാൻ ഇടവരട്ടെ. ലോകം നമ്മെ വായിക്കട്ടെ, അത് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവമക്കളെ, നാമും കർത്താവിൻ്റെ ഒരു പത്രമായി ഈ ലോകത്തിൽ വിളങ്ങാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.